ഏതായിരുന്നു പടല്ലേ? തുടങ്ങും. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ. ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ. കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ. എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. അല്ലാമയ്യത്ത് ബാലു പാടി തന്നൊരിരടി, അലമാലകൾ പിളർക്കുന്നു അതിന്റെ മാറ്റൊലി. അല്ലാമയ്യത്ത് ബാലു പാടി തന്നൊരിരടി, അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മൗലാന മുഹമ്മദ് അലി മഹാത്മാഗാന്ധിജി മഹനീയമായി നാടിനെ നയിച്ചിരുന്നവർ. എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരയോർക്കണം. എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. ഓക്കെ പൊന്നുപ്രേക്ഷകരെ, നടുക്കുന്ന മറ്റൊരു വാർത്ത വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്, അതായത് വന്ദേ മാതരം പാട്ടിന് എന്താണ് പ്രശ്നം, മുസ്ലിമീങ്ങളിൽ ഭൂരിപക്ഷം എന്തുകൊണ്ടാണ് ആ പാട്ടിനെ എതിർക്കുന്നത്, അതിനെക്കുറിച്ച് പറയുന്ന നടുക്കുന്ന ഒരു വീഡിയോ ദൃശ്യം ഞാനിപ്പോൾ വെച്ചുതരാം. പൊന്നുപ്രേക്ഷകരോട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. അൻസാരി സുഹരി ഉസ്താദും മറ്റേ ഉസ്താദും ഈ പാടിയ പാട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം പൊന്നുപ്രേക്ഷകരെ, നമ്മളെല്ലാവരും ഒന്നല്ലേ. ഇന്നത്തെ ദിവസം, അതായത് സ്വാതന്ത്ര്യ ദിവസം എന്ന് പറയുന്നത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും എല്ലാവരും അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സ്വാതന്ത്ര്യമാണ്. നമ്മളെല്ലാവരും ഒന്നല്ലേ. എന്തിനാണ് ഈ ഒരു പുണ്യ ദിവസത്തിൽ ചിലരൊക്കെ വർഗീയത കൊണ്ടുവരുന്നത്? വളരെ വളരെ തെറ്റാണ്. ഓക്കെ പൊന്നുപ്രേക്ഷകരെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ്, അതായത് ഈ പറയുന്ന വന്ദേ മാതരത്തിനെ എതിർക്കുന്നത്, ആ ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. അതിനുശേഷം മറ്റൊരു നടുക്കുന്ന വാർത്ത വരുന്നുണ്ട്. +1 വിദ്യാർത്ഥികള് ക്ലാസ് മുറിയിൽ കള്ളു കുടിക്കുന്ന ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യം. അത് തന്നെയാണ്, അതായത് +1 വിദ്യാർത്ഥികളായ പെൺകുട്ടികളാണ് സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് കള്ളു കുടിക്കുന്ന ആ ഒരു രംഗം ഞാൻ വെച്ചു തരാം. പിന്നീട് ജനൻ ടിവിയും അൻസാരി ഉസ്താവും തമ്മിലുള്ള പ്രശ്നം, അതും ഞാൻ വെച്ചു തരാം. ആദ്യം എന്തുകൊണ്ടാണ് വന്ദേ മാതരം പാട്ടിനെ എതിർക്കുന്നത്, നമുക്കത് ഒന്ന് കേൾക്കാം. ഈ വന്ദേ മാതരത്തോട് RSS എന്താണ് ഇത്ര പ്രേമം? വന്ദേ മാതരം സ്വാതന്ത്ര്യ പ്രക്ഷോഭ കാലത്ത് ആവേശമുയർത്തിയ ഗാനമാണ്. നാടാകെ ഗാനം അലയടിച്ചിരുന്നു. ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരായുധമായി അതിനെ കണ്ടു. ഒന്നിലേറെ തവണ ഗാനം ആലപിക്കുന്നത് ബ്രിട്ടീഷുകാർ വിലക്കി. ഇതൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യമാണ്. അതിലേതായാലും BJPക്കും RSSനും ആവേശം വരാനുള്ള കാര്യമൊന്നുമില്ലല്ലോ. ആ സമരവുമായി അവർക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താകാം കാരണം? അതിനുത്തരം വന്ദേ മാതരത്തിൻ്റെ ചരിത്രത്തിലാണുള്ളത്. ഇന്ത്യൻ ജനത ഒട്ടാകെ ഏറ്റുപാടിയിരുന്ന ആദ്യത്തെ വരികൾ കൂടാതെ ആ ഗാനത്തിൽ അവസാന ഭാഗം കൂടിയുണ്ട്. ആദ്യ ഭാഗം രാഷ്ട്രസ്തുതിയാണെങ്കിൽ സാധാരണ പാടാത്ത അവസാന വരികളിലേക്ക് എത്തുമ്പോൾ അതിൽ ഹിന്ദു ദേവതകൾ കടന്നു വരും. ദുർഗയും സരസ്വതിയും ഒക്കെയുണ്ട്. സ്വാഭാവികമായും പല മതവിശ്വാസികൾക്കിടയിൽ ഈ ഗാനം പാടുക എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂർണ്ണമായ ആലാപനം സ്വാതന്ത്ര്യ സമരകാലത്ത് ഒഴിവാക്കിയിരുന്നു. ഇത് മാത്രമായിരുന്നില്ല പ്രശ്നം. ആദ്യം കവിതയായി എഴുതിയതാണെങ്കിലും ആനന്ദമഠം എന്ന ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ നോവലിൽ വന്നതോടെയാണ് വന്ദേമാതരം ജനപ്രിയമായത്. ആനന്ദമഠം നോവലാകട്ടെ നിറയെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളും ശില്പഭംഗി കൊണ്ട് ഏറെ പ്രശംസിക്കപ്പെട്ടെങ്കിലും ഹിന്ദു പുനരുത്ഥാനത്തിൻ്റെ സന്ദേശമായിരുന്നു നോവലിലേത്. മുസ്ലിം ഭരണാധികാരികൾക്കെതിരായ പോരാട്ടമായിരുന്നെങ്കിലും മുസ്ലിം ജനതയ്ക്കെതിരെയും ധാരാളം പരാമർശം കടന്നുകൂടി. നോവലിൻ്റെ 10ാം അധ്യായത്തിലാണ് വന്ദേമാതരം വരുന്നത്. തൊട്ടുള്ള അധ്യായങ്ങളും അതിനു മുമ്പും ധാരാളം വരികൾ മുസ്ലിം വിരുദ്ധമായുണ്ട്. ഗ്രാമവാസികൾ തങ്ങൾ കണ്ടുമുട്ടുന്നിടത്തെല്ലാം മുസൽമാന്മാരെ പിന്തുടരാൻ തുടങ്ങി. ചിലർ കൂട്ടം ചേർന്ന് മുസ്ലിം താമസ കേന്ദ്രങ്ങളിലേക്ക് പോയി അവരുടെ കുടിലുകൾക്ക് തീ കൊളുത്തുകയും എല്ലാം കൊള്ളയടിക്കുകയും ചെയ്തു. നിരവധി മുസൽമാന്മാർ കൊല്ലപ്പെട്ടു. പലരും താടിയെടുത്ത് കളഞ്ഞ് ഗംഗയിലെ ചെളി ശരീരത്തിൽ പുരട്ടി ഹരി ഹരി എന്ന് പാടാൻ തുടങ്ങി. ആരെങ്കിലും ചോദിച്ചാൽ ഞാനൊരു ഹിന്ദുവാണ് എന്നവർ പറഞ്ഞു. പരിഭ്രാന്തരായ മുസൽമാന്മാർ കൂട്ടത്തോടെ പട്ടണത്തിലേക്ക് ഓടിത്തുടങ്ങി.
ഇതെല്ലാം ചെയ്യുന്നത് നോവലിലെ സമരനായകന്മാരായ സന്യാസിമാരെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന് കാണണം. അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തെ മൊത്തത്തിൽ മുസ്ലിം വിരുദ്ധമായാണ് മുസ്ലിങ്ങൾ കണ്ടത്. അതിൽ ഉൾപ്പെടുത്തി വന്ന വന്ദേമാതരത്തോടും സ്വാഭാവികമായും എതിർപ്പ് വന്നു. ഈ തർക്കം അടുത്ത കാലത്തൊന്നും ഉണ്ടായതുമല്ല. 1920കളിൽ ഏറ്റവും ആദ്യം വിപ്ലവപാതയിലേക്ക് ഇറങ്ങിയ ബംഗാളിലെ അനുശീലൻ സമിതി പോലുള്ള പ്രസ്ഥാനങ്ങളിൽ പോലും വന്ദേമാതരം തർക്ക വിഷയമായി. വിപ്ലവ പ്രസ്ഥാനം എന്ന പോലെ ഒരു ഹിന്ദു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവവും ബംഗാളിലെ ആദ്യകാല വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ അകന്നു നിൽക്കാൻ ഇതും കാരണമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും CPIMൻ്റെ സ്ഥാപക കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്ന മുസഫർ അഹമ്മദ് ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പുസ്തകത്തിൽ ഈ വിഷയത്തെപ്പറ്റി പറയുന്നുണ്ട്. 1920കളിലെ കാര്യമാണ്. അന്നത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ സഹകരിക്കുമ്പോൾ അദ്ദേഹം മതവിശ്വാസിയായ മുസ്ലിമാണ്. തന്നെ ഏറെ വിഷമിപ്പിച്ച ഒരു കാര്യം ഈ വന്ദേമാതരത്തിൻ്റെ ആലാപനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. എങ്ങനെ എന്നെപ്പോലൊരു ഏകദൈവ വിശ്വാസിക്ക് ആ ഗാനം ഏറ്റുപാടാനാവും അദ്ദേഹം ചോദിക്കുന്നു. ഇത് പലവട്ടം തർക്കത്തിനിടയാക്കിയതുകൊണ്ടുകൂടിയാണ് 1937 കൽക്കത്തയിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി ഇതിൻ്റെ ആദ്യത്തെ 2 ഖണ്ഡങ്ങൾ പാടിയാൽ മതി എന്ന് തീരുമാനമെടുത്തത്. ആ തീരുമാനം രേഖകളിലുണ്ട്. ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും മറ്റും ഉൾപ്പെടെ എടുത്ത തീരുമാനം. അവർ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അഭിപ്രായവും തേടി. അദ്ദേഹവും യോജിച്ചു. വന്ദേമാതരത്തിന് ഏറ്റവും പ്രചാരം നൽകിയവരിൽ ഒരാൾ ടാഗോർ ആയിരുന്നല്ലോ. ചുരുക്കത്തിൽ വന്ദേമാതരത്തിൻ്റെ ദേശസ്നേഹ ഭാഗമല്ല BJP ആവേശം കൊള്ളിക്കുന്നത്. അവരെ ആകർഷിക്കുന്നത് അതിനോട് മുസ്ലിങ്ങൾക്കുള്ള എതിർപ്പാണ്. അതുകൊണ്ട് മാത്രമാണ് അവരിപ്പോൾ വന്ദേമാതരത്തിൻ്റെ വക്താക്കളാകുന്നത്. അല്ലെങ്കിൽ ദേശീയ പതാക മുതൽ ഇന്ത്യയിലെ അംഗീകൃത ദേശീയ ചിഹ്നങ്ങളെ എല്ലാം എതിർത്ത BJPക്കാർക്ക് ഇപ്പോൾ ഈ വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ മാത്രം ദേശസ്നേഹം ഉണരേണ്ടതില്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയറായി കൃത്യമായിട്ട് അറിഞ്ഞു എന്ന് മനസ്സിലാകുന്നു പൊന്നു പ്രേക്ഷകരെ. നമുക്ക് അൻസാരി ദുഹുരി ഉസ്താദും സ്വതന്ത്ര ദിനത്തിൽ ഈ പറയുന്ന ജനൻ TVയുടെ ഒരു വാർത്തയും തമ്മിൽ ചില പ്രശ്നമായിട്ടുണ്ട്. അത് കേൾക്കാം. അതിനുശേഷം +1 പെൺകുട്ടികൾ കള്ളു കുടിക്കുന്ന ഞെട്ടിക്കുന്ന ആ ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ച് തരാം. ഹലോ ഗൈസ്, 2026 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പുതുക്കിയ പട്ടിക ജനൻ TV പുറത്തുവിട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ നെഹ്റുവിടെ മനെ നെഹ്റുവിനെ കണ്ട നെഹ്റു അന്ന് അമ്മാവൻ്റെ മോടെ കല്യാണത്തിന് പോയതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരമല്ലേ, ഉത്തരവാദിത്തം കാണിക്കണ്ടേ? നിരുത്തരവാദിത്തപരമായിട്ട് പെരുമാറിയതുകൊണ്ട് നെഹ്റു ഔട്ട്. ഓക്കെ, ശരി. അബുൽ കലാം ആസാദിനെ കണ്ട? ഇല്ല, ആസാദില്ല. ആസാദ് എവിടെ പോയി? അന്ന് വെള്ളിയാഴ്ച ജുമാ ഉള്ളതുകൊണ്ട് ആസാദ് അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല. അതുകൊണ്ട് അബുൽ കലാം ആസാദ് ഔട്ട്. പോട്ടെ. ഇവർ രണ്ടുപേരും വേണ്ട, നെഹ്റു വേണ്ട, ആസാദും വേണ്ട. ഗാന്ധിജി ഗാന്ധിജി ഉണ്ട്. സൈഡിൽ കിടക്കുകയാണല്ലോ പടച്ചോനെ, വേണ്ടാത്ത ട്രൗസർ പോലെ പെരപ്പുറത്ത് വാരി ഇട്ടിരിക്കുകയാണല്ലോ ഗാന്ധിജി. എന്തായാലും ഗാന്ധിജി ഉണ്ട്. ഇവിടെ ഈ ഫ്രണ്ട് ഇരിക്കുന്ന ആരാടാ? ഈ പള്ളിദോസ്താന്റെ തൊപ്പിയൊക്കെ ഇട്ടുണ്ട് ഫ്രണ്ട് ഇരിക്കുന്നത് ഇതാരാ? ഇത് മറ്റേ പുള്ളിയല്ലേ? അവസാനത്തെ മാപ്പിൽ ഒരു വാക്യമുണ്ട്, ഡോക്ടർ ഇവിടെ പറഞ്ഞു. അവസാനത്തെ മാപ്പിൽ പറയുന്നത്, എന്നെ വിട്ടയച്ചാലേ എന്റെ മാത്രം പിന്തുണയല്ല, എന്റെ അനുയായികളായ 10,000-കണക്കിന് യുവാക്കളുടെ പിന്തുണ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഉറപ്പു തരാനായിട്ട് എനിക്ക് കഴിയും. ഇയാളാണ് കേട്ടോ നാളെ ഭാരതരത്നാവാൻ പോകുന്നത്. ഗാന്ധി വധക്കേസിൽ 9ാം പ്രതിയാണ്. എന്തായാലും നമ്മൾ ഇന്ത്യക്കാർക്ക് സന്തോഷിക്കാനുള്ള നല്ല ദിനമാണ്. ഒന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനം, രണ്ടാമത്തത് ജനൻ TVയുടെ സ്വാതന്ത്ര്യദിന പട്ടികയിൽ ഗാന്ധിജി ഉൾപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യം എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത, സമ്പത്ത് വരെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ചെലവഴിച്ചവർ ഒറ്റ മനുഷ്യന്മാരും പേരില്ല. പിന്നാരാ? ഈ മുടിയനായ പുത്രനും എൻ്റെ പിന്നിലുള്ള 10,000-കണക്കിന് വരുന്ന യുവാക്കളും ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് മാപ്പെഴുതി കൊടുത്തവനൊക്കെ ഫ്രണ്ടിൽ മാറി തൊപ്പിയിട്ടുകൊണ്ട് ഇങ്ങനെ എളിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇവരുടെയൊക്കെ സ്നേഹം, രാജ്യസ്നേഹം. അന്നും ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഇന്നും ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത മനുഷ്യർക്കാണ് പുതിയ ചരിത്രം എഴുതേണ്ടത്, അഭിനവ രാജ്യസ്നേഹം കാണിക്കേണ്ടി വരുന്നത്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട ഇന്ത്യക്കാരെ, ജനാധിപത്യ മതേതരത്വ മൂല്യം ഉൾക്കൊള്ളുന്ന എല്ലാ ഇന്ത്യക്കാർക്കും ഒരടിപൊളി സ്വാതന്ത്ര്യദിനാശംസകൾ. ഓക്കെ, ഉസ്താദ് പറഞ്ഞത് ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് എന്തായാലും കോളേജ് വിദ്യാർത്ഥികൾ, +1 വിദ്യാർത്ഥികൾ കള്ളു കുടിക്കുന്ന ഞെട്ടിക്കുന്ന ആ ഒരു വീഡിയോ കാണാം. ക്ലാസ് വരാന്തയിലിരുന്ന് മദ്യപിച്ച് +1 വിദ്യാർത്ഥിനികൾ. സംഭവം കന്യാകുമാരിയിൽ. വീഡിയോ വൈറൽ. நான் உண்டு என் நண்டை டைப் அடிச்சுட்டு நீ வேற வந்துருவா.
நான் எங்க இருக்கேன், நீ எங்க இருக்க? நான் தின்னுட்டு இருந்தா முன்ன எப்படி இருக்கும்? சரி, சும்மா இப்ப தானே விட்டு போனா, தின்னுட்டு மாதிரி வரக்கூடாதா? பிரெட் ஃபுட் சவத்தளவு. வேணாம், நான் சாப்பிட்டு வரேன் சரியா? இல்லை கொஞ்ச நேரம் வெயிட். കന്യാകുമാരി ജില്ലയിലെ തക്കല സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് വരാന്തയിൽ +1 വിദ്യാർത്ഥിനികൾ മദ്യപിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. തക്കല മെട്ടുക്കട ഭാഗത്ത് പ്രവർത്തിക്കുന്ന 700-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിലാണ് സംഭവം. ക്ലാസ് വരാന്തയിലിരുന്ന 2 +1 വിദ്യാർത്ഥിനികൾ മദ്യപിക്കുന്നതും ഒപ്പമുണ്ടായിരുന്ന സഹപാഠി ഇത് ഫോണിൽ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയുമായിരുന്നു. സ്കൂൾ യൂണിഫോം ധരിച്ചാണ് വിദ്യാർത്ഥിനികൾ മദ്യപിക്കുന്നത്. ദൃശ്യങ്ങൾ വ്യാജമായി നിർമ്മിച്ചതല്ലെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ HMനെ അന്വേഷണ വിധേയമായി ട്രാൻസ്ഫർ ചെയ്തു. സ്കൂളുകളിലെ അച്ചടക്കമില്ലായ്മയെയും വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗത്തെയും കുറിച്ച് കടുത്ത ആശങ്ക ഉയർത്തുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങൾ. GTV ന്യൂസ് തിരുവനന്തപുരം. എന്തൊക്കെയാ നമ്മൾ ഈ കേൾക്കുന്നത് അല്ലേ? നോക്കൂ പൊന്നു പ്രേക്ഷകരെ, +1 വിദ്യാർത്ഥികൾ പെൺകുട്ടികൾ കള്ളു കുടിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെയാ നമ്മൾ ഈ കേൾക്കുന്നത്? അതായത് യൂണിഫോം ഇട്ടിട്ട് വല്ലാത്ത അവസ്ഥ തന്നെയാണ്. എങ്ങോട്ടാണ് ഈ ഇന്ത്യയുടെ പോക്ക്? നിങ്ങൾ നോക്കൂ, ഈ +1 വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ 14-15 വയസ്സാണ്. മാതാപിതാക്കളുടെ ഒരൊറ്റ കാര്യം പറയുകയാണ്, എല്ലാവരും ഒന്ന് മാക്സിമം നിങ്ങളെ മക്കളെ സ്കൂളിലേക്ക് വിടുന്നുണ്ട്, കോളേജിലേക്ക് വിടുന്നുണ്ട്, ഒന്ന് അന്വേഷിക്കുക. നല്ല മദ്യപാനിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? ഓക്കെ, തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയി വിടാൻ വരാം. ഓക്കെ, ബൈ.